പോലല്ലോ. കടയിൽ പോട്ടെ ഞാൻ കടയിൽ പോയി നോക്കട്ടെ. ഏട്ടാ എൻ്റെ കടയിൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. നീ എന്താടാ ബർഗർ മോഷിച്ചിട്ട് പോന്നെ? കഴിക്കാൻ ഇഷ്ടമാണോ മാമനോ? ഞാൻ നിന്റെ അച്ഛനാടാ. ആ ബർഗർ കൊണ്ടിട്ട് അവിടെ വെച്ച് എന്താ മാമ ഒരു ബർഗർ തരാം. എന്നപ്പോ അവിടെ ഇരുന്ന് കഴിക്കും. വീട്ടിൽ പോ രാത്രി ആയിട്ടില്ലാട്ടാ. നീ പറ്റിക്കല്ലേ. എന്നാ നീ വീട്ടിൽ പോയി കഴിച്ചോട്ടാ. ഞാൻ വീടിന്റെ ഷിഫ്റ്റ് ചെയ്യണോ? ഒന്നുമില്ലല്ലോ. നീ ചാച്ചിക്ക് തറയിൽ നീ വേഗം പോ. രാവിലെ ആയല്ലോ. അടാ കുട്ടു നീ വീട്ടിൽ പോകാ. അവിടെ വീട് രാവിലെ ആയി. ഫുട്ബോൾ കളിക്കട്ടെ. ഫുട്ബോൾ കളിച്ചാ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. അവിടെ അല്ലെങ്കിൽ വേണ്ട, പുതിയ കാർ എടുത്താലോ? ഞാൻ ഡാൻസിങ് ഷോ നടത്തിട്ട് ഇത്തിരി പൈസ. അവിടെ ഫെയർ നടക്കണ്ടിന്ന്. അച്ഛാ ഞാൻ ആ ഫെയർ കാണാൻ പോയിക്കോട്ടെ. ഇത് ഞാനാണ് ഡാൻസ് കളിക്കുന്നത്. പൈസ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ പോയി ഫെയർ. എനിക്ക് അത് പൈസ ഞാൻ ടിക്കറ്റ് എടുത്ത് തരട്ടെ? ഇവിടെയാണ് ടിക്കറ്റ്. ഹലോ, ടിക്കറ്റ് വേണം കേട്ടോ. ഇതല്ലേ 2 ടിക്കറ്റ്. പോയിക്കോ. ഹായ് സോനു. എന്താ വരാത്തെ? ഞാൻ പറഞ്ഞു ഞാനും കേറി ഇറങ്ങിട്ടാ. നല്ല സുഖം. നല്ല സുഖല്ല. അയ്യോ എന്റെ തല കറങ്ങണേ. നിങ്ങളുടെ ബോധം വന്നു. നീ ഞാൻ പോയിട്ട് ദാസേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് വരാം. ദാസേട്ടാ, പുസ്തകം. ഏത് പുസ്തകം? അടിപൊളി പഠിക്കാല പുസ്തകം. എനിക്ക് നറൂട്ടോ പുസ്തകം വേണം. എനിക്ക് ഇതൊക്കെ അറിയണം. ഞാൻ വിളിച്ചു നിന്നെ ചോദിക്കട്ടെ. പൈസ എന്റെ അച്ഛൻ തന്നോളൂ. അച്ഛൻ അവിടെ ഉണ്ട്. അതാ പൈസ മേടിച്ചിട്ട് അച്ഛ ഒരു 500 രൂപ. ഞങ്ങൾ ബുക്ക് പിടിച്ചോണ്ട് വന്നു. അച്ഛൻ അവിടെ എന്തോ ചെയ്യാ? അച്ഛൻ ഫുഡ് കഴിക്കണം. അച്ഛൻ്റെ ഫുഡ് കഴിക്കാം. ഞാൻ അച്ഛൻ്റെ ബാക്ക് പോയി കൊത്തട്ടെ. എന്തൊക്കെയാ നോക്കി. പൈസ ഇല്ല. പൈസ ഇല്ല. എന്താ പൈസ ഇല്ല? അയ്യോ എനിക്ക് ടോയ്ലറ്റ് പോകാൻ മുട്ടേ. നല്ല പൈസ നല്ല പൈസ കിട്ടുമ്പോൾ നിങ്ങക്ക് വാങ്ങിച്ചു തരട്ടെ. നല്ല പൈസ കിട്ടുമ്പോ ഞാൻ ഉണ്ടല്ലോ നിങ്ങക്ക് ബുക്ക് വാങ്ങിച്ചു തരാം. നമുക്ക് പൈസ ഇല്ല. ഓക്കെ, അത് വേറെ. ഞാൻ ഓഫീസിലെ കണ്ടിട്ട് വരാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്ക് ആ ടവറിൽ പോയി ഇരിക്കാം. ബാബാ അവിടെ ഇത് പണ്ട് ഒരു പ്രേതക്കോട്ടയായിരുന്നു. നമുക്ക് കുളിച്ചാലോ? കുളിക്കാൻ ഇവിടെ ആരൊക്കെ ഉണ്ടല്ലോ. എനിക്ക് കണ്ടിട്ട് പേടിയാണോ ഈ ബെഞ്ചിൽ ഇരുന്നേക്കാം. എനിക്ക് അച്ഛനെ നീന്താൻ പഠിപ്പിക്കൂ. മാമ നീന്തി നോക്കട്ടെ. അയ്യോ എനിക്ക് നീന്തൽ അറിയാം. നീ നമുക്ക് കുറച്ചേരം ആ ബെഞ്ചിൽ ഇരുന്നാലോ? നമ്മൾക്ക് ഒരു കാറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാം. കാറൊന്നും ഇല്ലല്ലോ. നല്ല പൈസ ആകുമ്പോൾ കാറ് വാങ്ങാം. ഇതാരെ സുമേഷല്ലേ നമ്മുടെ ഫ്രണ്ട്? സുമേഷേ, ഇതിൻ്റെ കാർ ഷോപ്പിക്ക് ഞാൻ വേണ്ടി കേട്ടാ. സുമേഷ് നീ ഇപ്പോൾ മാസ്ക് ഒക്കെ വാങ്ങിച്ചല്ലോ. ബട്ട് യൂസ് ഏത് കാർ വേണമെന്നൊക്കെ ചോദിക്കണം. നമുക്ക് നല്ല കാർ ആയി ചാടിക്കോ. ഇത് കാർ സ്ഥലത്തേക്ക് പോവോ? മാമ ഇത് പോണില്ല. നമുക്ക് പുതിയ വണ്ടിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാമ ജീപ്പ് വേണ്ട, വല്ലാതെ ഓവറാണ്. നമുക്ക് ജീപ്പ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയാൽ നമുക്കൊരു വണ്ടി വേണ്ട മാമ. അടിച്ചു മാറ്റാൻ നമുക്ക് പൈസ ഇല്ലല്ലോ. അടിച്ചു മാറ്റാൻ പാടില്ല മാമ. കുറവ് പൈസക്ക് ഒരു ഓട്ടോ ഉണ്ട്, എടുത്താലോ? അല്ല, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇന്ന് പോട്ടെ. ഇതാണ് എൻ്റെ
ഇതാണ് ഞാൻ ലോണിനെടുത്ത വണ്ടി അച്ഛാ. ആര് പൈസ എടുക്കുന്നു മോന്? ഞാൻ ലോണിനെടുത്തിട്ടുണ്ട്. ആര് പൈസ? എന്റെ വണ്ടി ഇടിച്ച് ഞാൻ എന്താ ചത്തയായിട്ട്. മോനെ നീ ചത്ത? എവിടെ നീ ചത്ത്? എന്റെ മോനെ അച്ഛൻ 1 ലക്ഷം രൂപ കിട്ടി. എവിടെ? കിട്ടി. ഞാൻ നീ മറ്റേ മോനെ കൊണ്ടുപോടാ. ഞാൻ മാസ്ക് പിടിപ്പിച്ച് അവനെ പോയി കൊണ്ടുപോണേ. കണ്ടുപിടിക്കടാ. അതാ അവൻ നിക്കണം. മോൻ പോയോ? എടാ പോടാ അവിടുന്ന്. സൂപ്പർ ആരായാലും പിടിക്കണേ. അങ്ങനെ പോലെ ഒന്നും വേണം. ഞാൻ വേഗം ഓടി വീട്ടിൽ പോട്ടെ. നമ്മളോ ഈ അതാ ചേച്ചി ഇവിടെ. അതാ സെക്യൂരിറ്റി നിക്കണു ഇവിടെ. സെക്യൂരിറ്റി അവിടെ ഒന്നും ചെയ്യണം. സെക്യൂരിറ്റി എൻ്റെ മകനാണ്, കേട്ടിക്കോ. സെക്യൂരിറ്റി ചാറ്റ് ചെയ്യട്ടെ സെക്യൂരിറ്റിൻ്റെ കൂടെ. ഓ വല്ലാത്ത ഭരതനാട്യം കളിക്കാരനായിരുന്നു. അയ്യോ എൻ്റെ വണ്ടി നല്ല ഡാമേജ് ആയി. നമുക്ക് നേരാക്കാൻ കൊടുക്കാം. ഞാൻ ഇവിടെ പോവാ മാമ. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയില്ലേ? അയ്യോ ഇവിടെ പക്ഷിയും കൊടവാളും വെള്ളമൊക്കെ. വണ്ടി നല്ല ഡാമേജ് ആയിട്ടോ. ഞാൻ അയ്യോ ചത്ത എൻ്റെ വണ്ടി എൻ്റെ വണ്ടി നാളെ നേരെ അന്ന് ബാക്കിയുണ്ടോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വേടാ. എൻ്റെ കാര്യം പൊള്ളോണ്ട് എണീക്കടാ. ഹോസ്പിറ്റലിൽ വീട്ടിൽ പോട്ടെ. എൻ്റെ ഈ ഹവായി ചപ്പലെടുത്ത് എനിക്ക് മടുത്തു. നമുക്ക് വീട്ടിൽ പോവാ. എനിക്ക് പുതിയ ചെരുപ്പ് വാങ്ങാം. ഈ ചെരുപ്പൊക്കെ കീറി. ചെരുപ്പ് വാങ്ങാൻ പൈസ ഇല്ല. ഷോപ്പ് പുസ്തകക്കടയിൽ പോയിട്ട് വരാം. നമുക്ക് ഉറങ്ങാ. ദാസേട്ടല്ലേ ഇവിടെ കട്ടോണ്ട് പോവാം. നമുക്ക് ഉറങ്ങാ. ഉറങ്ങാൻ പോവാൻ. അയ്യോ ദാസേട്ടൻ വാലൊക്കെ ലോക്ക് ചെയ്തല്ലോ. ജനൽ കൂടെ ചാടാൻ കിട്ടും. ചപ്പല കിട്ടി വാടാ. ഉറങ്ങാ. വേറെ കടയിലാണ് നമ്മൾ ഉറങ്ങണ്ടേ. നമുക്ക് വീടൊന്നും ഇല്ലല്ലോടാ. വീട് അപ്പുറത്തേലില്ലേ? അത് നമുക്ക് നമ്മളുടെ വാടക വീടായിരുന്നു. അത് കൊണ്ടുപോടാ. വാട മകന് വല്ലേന്റെ വീട്ടിൽ കയറല്ലേ. വീട്ടിക്ക് വാ. നല്ല കേസാവും. നമുക്ക് അതിൻ്റെ കാറുണ്ട്. അത് ബൈക്ക് എടുക്കാൻ പോവാത്താ. അല്ല മാമൻ്റെ 1 ലക്ഷം രൂപ എവിടെയാ? ഞാൻ അത് വെച്ച് ബൈക്ക് വാങ്ങിച്ചു. വലിയൊരു രാക്ഷസന്റെ ഫോട്ടോ. കിട്ടും. പോയി മേടിച്ചു തരട്ടെ. ഞാൻ ബൈക്ക് ഇവിടെ റിപ്പയറിന് കൊടുത്തിട്ടുണ്ട്. ബൈക്ക് ചേട്ടാ ഇതാ പിടിച്ചോ. ആ ബൈക്ക് എന്തിനാ പ്രേതത്തിന് ഡ്രസ്സ് ഇട്ടിട്ട് പൈസ 2 ലക്ഷം കിട്ടിയിട്ടുണ്ട്. വേഗം അച്ഛൻ്റെ ഇനി യാത്ര കാണില്ല. ആറുകൾക്കും രാത്രി വന്നാൽ മതി. രാത്രി ഈ നാട്ടിൽ പ്രേതങ്ങൾ ഓടി നടക്കുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മകനോട് പോയി മറ്റേ അയ്യോ നമ്മളെ കള്ളം വരെ പിടിച്ചോണ്ടുപോയി. നാട്ടിലെത്തിയല്ലോ. ഇത് ഏതാ ഇവിടെ? ആരൊക്കെ? ഇത് അക്ഷയുള്ളോ? രാത്രി വരെ
ഞാൻ എൻ്റെ വീട്ടിലുറങ്ങും. എൻ്റെ വണ്ടി ഉണ്ടല്ലോ ആയിട്ടില്ലല്ലോ. എന്റെ വീട്ടിൽ ആരൊക്കെയാ കേറണേ? എന്നെ ഞാൻ വിഴുങ്ങും. നിക്കടാ എവിടാ നീ? നീ വന്ന നീ വന്നില്ലേ ഞാൻ എൻ്റെ അച്ഛന് തല വെട്ടിക്കളയും. അപ്പൊ നീ മാത്രമേ ബാക്കി ഉണ്ടാവില്ല. എന്റെ മേലെ കത്തി വലിച്ചെറിഞ്ഞു. ഈ വണ്ടി ഞാൻ മോഷിക്കട്ടെ. അയ്യോ മോടിക്കോ. ഞാൻ അവനെ കൊന്നു. അവന്റെ മകനും നീ അവന്റെ അച്ഛനോ? എന്റെ മകനെ നല്ല അടി എടുത്തിട്ടുണ്ടല്ലോ. എന്റെ കയ്യില് എന്തായില്ലേ നോക്ക്. നീ എന്റെ അജിത്തല്ലടാ പൊട്ട. നീ പോടാ. വാടാ ഇങ്ങോട്ട്. നീ എന്ത് ബാക്കിൽ വാടാ? ഞാൻ വണ്ടിയിലൊക്കെ പോയി. നീ എന്ത് ബാക്കിൽ വാടാ? ഇവിടെ ഇവിടെ നീ പുതിയ ബൈക്ക് വെച്ചോട്ടോ നടക്കാം. വണ്ടി ബൈക്കിന്റെ സൗണ്ടാണല്ലോ കേൾക്കണം. അവന്റെ ഇവിടെ നിൽക്കാം. പിന്നെ മകൻ ഇതൊക്കെ ബോക്സിംഗിന്റെ അവിടെ ആരെങ്കിലും ഉണ്ടോ? അതല്ല അവന്റെ അയ്യോ ഹൈക്കോക്കില്ലൊരു അയ്യോ ഞാൻ എന്നെ വാള വെച്ചിട്ട് കൊന്നുണ്ട്. എന്നെയും കൊന്നു. നീ എപ്പ കടക്കാൻ നോർമൽ കുട്ടി സ്റ്റൈൽ അവന്റെ ബോഡി എവിടെ? എനിക്ക് കുറെ മുടി വളർന്നു അന്നത്തെ ആ ആക്സിഡന്റില്. അയ്യോ എൻ്റെ വണ്ടി ഞാൻ സേഫാക്കി വിട്ടിട്ട് ഇനി മോഷിച്ചതല്ല. അത് കണ്ട 1 ലക്ഷം രൂപ 3 ലക്ഷം രൂപ നമ്മൾ ഇത്തിരി റിച്ചൊക്കെ 3 ലക്ഷം എടുത്തിട്ടാണ്. ഇന്ന് നമ്മൾക്ക് ഡ്രസ് കടയൊക്കെ പോയിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങാൻ. പുതിയ ഡ്രസ്സ് വാങ്ങാൻ ഞാൻ ഡ്രസ്സ് കടയിൽ പോട്ടെ. ഡ്രസ് കടയിൽ പോവല്ലേ നമുക്ക് പുതിയ ഡ്രസ് കടയിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. കുറച്ച് ലോ പൈസ വയ്ക്കണേ. അങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കണേ നിങ്ങൾ. ഓക്കെ നല്ല ഡ്രസ് കടയാണ്. അത് കാരണം നല്ല ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടല്ലേ പൈസ. ഞാൻ നല്ല മുടി സ്റ്റൈൽ ചെയ്യട്ടെ. അത് നല്ല പൈസയാ മാമ. ഇല്ല ഏത് മുടിയാ ലോവർ പൈസ? ഈ തൊപ്പി നല്ല ലോവർ പൈസ. ഇതെടുക്കാനോ മാമ? നല്ല പൈസ ഇടാം മാമ. ലോവർ പൈസ കണ്ണട ഏതാ മാമ? ഇതെടുത്താലോ മാമ? ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന കണ്ണട. ലോവർ പൈസ ഇതാ മാമ. ഇതെടുക്കാം. ഈ കണ്ണട നല്ല ലോവർ പൈസ. ഡ്രസ്സാ ലോവർ പൈസ. ഇതെനിക്ക് വേണം. ഇതെന്റെ ടീം ചാമ്പ്യന്റെ ഡ്രസ്സാണ്. മാസ്ക് മാമ. മാസ്ക് ഒക്കെ ഉണ്ടല്ലോ 50 രൂപ. 5 കൊല്ലായിട്ട് ഞാൻ ഇതാ യൂസ് ചെയ്യണേ. നമുക്ക് നമുക്ക് വീട്ടിൽ പോവാ. ഈ
ഇത് നല്ല പൈസ മാമ ഇതിന്റെ കൂടെ വാച്ചൊക്കെ വരുന്നുണ്ട്. മാമ ഇതിന്റെ കൂടെ വാച്ച് മുദ്രൊക്കെ വരുന്നുണ്ട്. ലോ പൈസ ക്വാളിറ്റി നമുക്ക് കളി നമുക്ക് വീട്ടിൽ പോകാത്ത മറ്റേ ചോദിക്കോ നമുക്ക് വീട്ടിൽ പോകാം. എന്തിലെ വെച്ച വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമുക്ക് എന്റെ പെറ്റുണ്ട് എന്റെ കൂടെ എപ്പോഴും. അയ്യോ മറ്റമ്മ എന്റെ പുതിയ പെറ്റ് കരടിന്ന് പറഞ്ഞിട്ടുണ്ടാകാ ഞാൻ. നമ്മളുടെ വണ്ടി മോഷിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് പേടിയാവും. നാളെ ഒരു കല്യാണത്തിന് പോകാനുള്ള ഇനി നല്ല ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കാം. ഇത് വേണ്ട, ഇത് പൊട്ടൻ. ഇത് മതി. നമ്മള് പൈസ ഇല്ലാതെ മോനെ. എന്റെ കയ്യിലൊക്കെ ഞാൻ കടം എടുത്തോളാം. ഞാൻ കടം എടുക്കല്ല. നീ കള്ള വേണ്ട വേണ്ട. ലവ്ലേറ്റാ ലവ്ലേ പൈസ കൊടുക്കണവന്. ഞാൻ എടുത്തു വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ഞാൻ ഡ്രസ് വാങ്ങി തരുന്നു. മാമ നോക്കി ഞാൻ ഡാൻസ്. അയ്യോ ചത്തു എന്റെ മുഖത്ത് എന്തോ മാസ്ക്. കടന്നു പോയി എന്തോ വിശക്കണു രാത്രി. ഈ കബോർഡ് തുറന്ന് നോക്കട്ടെ. അത് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം. നമുക്ക് ഇനി ഓണമല്ലേ വരുന്നല്ല, നമ്മൾ വിഷു അല്ലേ വരുന്ന. നമുക്ക് കുറച്ച് പൂക്കിറ്റ് പൊട്ടിക്കാട്ടാ. ഞാൻ പൂക്കുറ്റി മേടിച്ചിട്ടുണ്ട് കേട്ടോ. നീ കത്തിക്കല്ലേ എൻ്റെ കൈ കത്തും. പൂക്കുറ്റി ഞാൻ കത്തിക്കട്ടെ. കത്തിച്ച് മാർക്കോ പടക്കം പൊട്ടിട്ടാ. നമുക്ക് പൈസ ഞാൻ 5 വാങ്ങിച്ചു കൂട്ടോ. ഞാൻ എന്റെ നേരെ ഫുള്ള് പൊട്ടനോടാ. തീന്ന് രക്ഷിക്കടാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ഈ പെണ്ണിന് ഇട്ടിട്ടോടാ. നാളെ കല്യാണം പോടാ. നീട്ടോ കല്യാണത്തിന് നല്ല ഡ്രസ്സ് ഉണ്ട്. നല്ല മോന്റെ കല്യാണം നല്ല ലോവർ ഡ്രസ്സ്. ഈ ഡ്രസ്സ് നല്ല അത്യാവശ്യം വില കൂടിയ ഡ്രസ്സ് വാങ്ങിച്ചേക്കാം. നല്ല വില കൂടിയ ഡ്രസ്സ്. കണ്ണാടിയൊക്കെ എന്തിനാണ് അപ്പോൾ? 3 ലക്ഷം കൊടുത്തിട്ടുണ്ടല്ലോ. അവൻ എന്തൊക്കെ മേടിക്കുന്ന അറിയില്ല. 3 ലക്ഷം കൊടുത്തിട്ടാണെന്നാണ് ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചത്. കല്യാണം ഹാളിൽ ഇനി പോണം. കല്യാണത്തിന് ഞാൻ പറഞ്ഞിരിക്കണ്ട ഈ ഒരു ടവർക്ക് അവിടെ എന്താണ് അവൻ മറ്റേ ടവറിൽ പൊക്കോന്നു. അവിടെ ആദ്യം ഇവിടെ കുറച്ച് മറ്റേ ടവറിൽ പൊക്കോട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ പോവാം. മറ്റവൻ മറ്റേ ഫുഡിന്റെ സ്ഥലത്തുണ്ട്. നീ അവിടെ ഇരുന്നോടാ. നീ അവിടെ ഇരിക്കട്ടാ. കല്യാണം കഴിക്കാൻ പറ്റിയ എല്ലാ ഡ്രസ്സും എല്ലാ ഫുഡും എടുത്തോ. അതാണ് കേട്ടോ. ഹലോ എല്ലടേ സുഖമില്ലേ? അതെ നല്ല സുഖല്ലേ.
എനിക്കും സുഖം. ഞാനും പോട്ടെ എൻ്റെ കല്യാണത്തിന്. നമുക്ക് കല്യാണത്തൊക്കെ പോവാം. ഫുഡ് കഴിച്ചോ? വാ വാ വാ, അങ്ങോട്ട് പോവാം. ഞാൻ സ്പീഡ് ബൂസ്റ്റൊക്കെ വെച്ചിട്ടാ. ചുവന്ന മോണൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന്റെ സ്ഥലത്ത് പോട്ടെ. കല്യാണത്തിന് എടി വാടാ, ഞാൻ നിന്നെ ഫോൺ ചെയ്തിട്ടുണ്ട്. വാ വാ വാ, ഇതായ വാടാ. പോവാ ബാ പോവാ. ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കണം. നമ്മുടെ വണ്ടി ഇവിടെ ഇരുന്നിട്ടാണ് പോട്ടെ. അവനത് എന്താവും എൻ്റെ പെണ്ണും ഉണ്ടാവും. അവനില്ലല്ലോ. എന്താ കല്യാണ പെണ്ണ് അവിടെ പോയതോ? അവള് വരുന്നുണ്ടെന്നാ പറഞ്ഞ മാമ. വരുന്നുണ്ട്. ഞാൻ സൈഡിലിരിക്കാം, നീ നടുക്കിരിക്കും. മാലതാ മാല ഇട്ട. ഐ ലവ് യു. വീട്ടിൽ പോവാ. മാല ഇട്ടു. വീട്ടിൽ പോവാ. അവിടെ കുറച്ച് വണ്ടി പോവാ. ഞാൻ വണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും. വീട്ടിൽ പോവാം. ബാബാ പോവാ പോവാ ബാബാ പോവാ. നമ്മളുടെ വീട് നല്ല ലോ ക്ലാസ് വീടാണ് കേട്ടോ. ചേട്ടാ നമുക്ക് പോവാ. യാത്ര ഇതാണ് നമ്മുടെ വീട്. ബാബാ കാണിച്ച വീട് വേണ്ടേ? വീട് വേണം. ചാടി ബാ. ചേട്ടാ കുറച്ച് സൈഡിൽ കുറച്ച് ആൾക്കാൻ പറ്റും. കമ്പിന്റെ സൈഡിൽ കയറി. ഞാൻ രാവിലെ വരും. ഇങ്ങോട്ട് വാതി അപ്പുവാ. വാ മോനെടാ, അവിടെ മോനല്ലേ കിടക്കണ്. അത് നല്ല ഫിറ്റായിട്ടിരിക്കണ. ബാ നമുക്ക് പോവാലോ. നമുക്ക് പോവാ. ബാ വാടി. നമുക്ക് പോവാ. അല്ല ഇല്ല ഞാൻ ഇത് കഴിഞ്ഞത്തോടെ മിലിറ്ററി ജോലി എടുക്കാം. വലിയ ആളായി ജോലി എടുക്കാൻ സമയം. ജോലി എടുക്കേണ്ട ഹാർഡ് മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് മിഷൻ സാർ? 10 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. അത് മിലിറ്ററി യൂണിഫോം. ഇവിടെ അല്ല, നിന്റെ റൂം ഇവിടെയാണ്. ജനറൽ സാർ, നിങ്ങൾ രണ്ടുപേരുടെ റൂം ഇതാണ്. ഞാൻ പോയിട്ട് കുറച്ച് മിലിറ്ററി ഡ്രസ് വാങ്ങിച്ചിട്ട് വരും. മിലിറ്ററി ഡ്രസ് ഏതാണ്? മിലിറ്ററി ഡ്രസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. എവിടെ സാർ ഇതാണോ ഡ്രസ് മിലിറ്ററിയുടെ? എത്ര പൈസ കൂടും? നമുക്ക് നല്ല പൈസ. മിലിറ്ററി ഡ്രസ് നമുക്ക് നല്ല പൈസ കിട്ടി. ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് തരാടി. മിലിറ്ററി ഹെൽമെറ്റ്. പിന്നെ ഡ്രസ് ഷോപ്പിൽ എത്തി. പിന്നെ നല്ല ഡ്രസ്സൊക്കെ വാങ്ങട്ടെ. മിലിറ്ററി പാൻസ്. നല്ല ഡ്രസ്സൊക്കെ എന്തായില്ലേ. മിലിറ്ററി ഷൂസ്. ഞാൻ നല്ല പൈസ. ഞാൻ മിലിറ്ററിയിലായി. അപ്പുറത്തേക്ക് റോക്ക് സ്റ്റാർ ആയാലോ. ഞാൻ ഡ്രസ് എടുക്കാൻ വാങ്ങിച്ചു കൊണ്ടിരിക്കും. ഇത് ചപ്പല് എനിക്ക് പുതിയ ഡ്രസ് വാങ്ങാനില്ല. കസ്റ്റം പോയിട്ടല്ലേ നമ്മൾ മിലിറ്ററി വാറെടുക്കാം. അല്ല, ഇനി ഞാൻ പോയിട്ട് കസ്റ്റം കളിക്കട്ടെ. വേണ്ട, അങ്ങനെയാണ്. ഞാനില്ലട്ടാ. പൊട്ടാ അവൻ എവിടേക്കോ പോകുന്നുണ്ട്. മറ്റേ ഞാൻ
ആ കുഞ്ഞ് ഇനി ഒരു മിലിറ്ററി മാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ. നമുക്ക് പൈസയൊക്കെ കിട്ടിയില്ലേ? അത് ഒക്കെ നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ആരാണ് വരാ? നമുക്ക് പോയിട്ട് ആരാവോ വരാ? ക്യാൻസൽ ചെയ്യാം. അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ വേണം. പയ്യൻ മിലിറ്ററി വാർ എവിടെ നടക്കാം? ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് പോകാൻ നല്ല ഗണ്ണ് വാങ്ങണം. ഞാൻ ഗണ്ണ് മതി. ഇത് വേണ്ട, വല്ലാതെ വിലയാണല്ലോ ഇന്ന്. ഇത് വേണ്ട. ഇപ്പൊക്കെ അത്യാവശ്യം നല്ല ഗണ്ണ, ലുക്കൊക്കെ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഗണ്ണാണല്ലോ. വേണ്ട, മിലിറ്ററി പോസ്റ്റ് വിളിക്കണം. നമുക്ക് ഇങ്ങോട്ട് വാ. വാടാ, എൻ്റെ നമ്മളെ ടീമിലാണ്. ആ വാ, നമ്മളുടെ ടീമിലേക്ക് വാ. സ്റ്റാർട്ടായിട്ടില്ല. ഇനി നമ്മളുടെ വീട് പുതിയ വീടാണത്. ഇവിടെ ഇതാണ് നമ്മുടെ പുതിയ നാട് കേട്ടോ. നമ്മളുടെ പുതിയ നാടാണിത്. നമ്മളൊക്കെ ഗണ്ണൊന്നും വേണ്ട, നമുക്ക് അത്ര പൈസ ഒന്നുമില്ല. എനിക്കുണ്ട് ബ്രോ, എനിക്കുണ്ട്. വേണ്ട വേണ്ട വേണ്ട. എന്തായാലും ഞാൻ കുട്ടീൻ്റെ ഡ്രസ്സ് ഇടാം. ഹലോ ഗൈസ്, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി ഇങ്ങനത്തെ മാതിരിയുള്ള എപ്പിസോഡ്സൊക്കെ വേണമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ ഇനി കളർ ചലഞ്ചും ഇവിടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ശരി, ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, സീ യു.